അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണം പേടിയാ, ഭയം കൊടുത്ത് പരീക്ഷിക്കുകയാ. അത് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണല്ലോ, അന്ത്യദിനത്തിലെ വിശ്വസിക്കുന്നവരാണല്ലോ. നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? നമ്മുടെ രാജ്യം ആര് ഭരിക്കട്ടെ, ശത്രുക്കളെ മുഴുവനും ഒറ്റക്കെട്ടായിട്ട് നമുക്കെതിരെ തിരിയട്ടെ, നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? നമ്മൾ മരണവും കാത്തിരിക്കുന്നവരല്ലേ. ബാങ്കും വിളിച്ചു ഇഖാമത്തും കൊടുത്തു കളഞ്ഞു, ഇനി ഇമാമ് കേറി നിൽക്കുന്ന സമയമല്ലേ. എന്റെ പ്രിയമുള്ളവരെ, കോതമംഗലത്തിലേക്ക് പോകാൻ, ചെറുവട്ടൂരിലേക്ക് പോകാ, ബസും കാത്ത് റോഡിൽ നിൽക്കുന്ന ഞാനും നിങ്ങളും ആരെ ഭയപ്പെടാനോ? എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഒരുത്തരെയും പേടിക്കാൻ പാടില്ല. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്. ആരൊക്കെ നമുക്ക് എതിരെ തിരിഞ്ഞാലും നമുക്കൊന്നുമില്ല. നമ്മൾ ദജ്ജാലിനെ കാത്തിരിക്കുന്നവരാ, നമ്മൾ ദജ്ജാലിനെ കാത്തിരിക്കുന്നവരാ. അസ്റായീൽ എപ്പോഴാണ് വരുന്നത്? ആ വരുന്ന സമയത്ത് നടുറോഡിൽ കിടന്ന് വെട്ടുകൊണ്ട് ചത്തുപോയാൽ, എന്റെ പ്രിയമുള്ളവരെ, ശരീരം മുഴുവനും വെട്ടി നുറുക്കിയിട്ട് റോഡിൽ കിടന്ന് മരിച്ചാൽ, ആ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ കാത്തിരിക്കുന്ന മുസ്ലിമീങ്ങളല്ലേ നമ്മൾ. ആരെയാ ഭയപ്പെടുന്നത്? എന്റെ പ്രിയമുള്ളവരെ, ഒരു യഥാർത്ഥ വിശ്വാസിയുടെ കാലിന്റെ അടിയിൽ 5 നേരം നിസ്കരിച്ച് പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന ഈ ചെറുവട്ടൂരിലെ ഒരു പാവപ്പെട്ടവന്റെ കാലിന്റെ അടിയിൽ ഒരു പിടി മണ്ണിന് ആറ്റം ബോംബിനെക്കാൾ പവറുള്ളതാക്കാൻ കഴിവുള്ള റബ്ബല്ലേ നമ്മുടെ കൂടെ. നമ്മൾ ആരെയാ ഭയപ്പെടുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയാ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണം പേടിയാണ്. അല്ലാഹു പേടി കൊടുത്ത് പരീക്ഷിക്കും. എന്റെ പ്രിയമുള്ളവരെ, തകരണ്ട, നമ്മൾ ഒരിക്കലും പതറണ്ട. അല്ലാഹുവിന്റെ റസൂലാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിച്ച് ജീവിച്ചത്. ഖുർആൻ രണ്ടാമതായി പറയുന്നു, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ചവൻ കൊടുക്കുന്ന രണ്ടാമത്തെ പരീക്ഷണം ഏതെന്നറിയുവോ? വൽജൂ, വിശപ്പ് കൊടുത്ത് പരീക്ഷിക്കുകയാ, വിശപ്പ് കൊടുത്ത് പരീക്ഷിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നതാരാ? അല്ലാഹുവേ, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നതാരെന്നറിയുവോ? അത് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നല്ലോ. അല്ലാഹുവേ, ശൈബ് അബീ താലിബ്, അല്ലാഹുവിന്റെ റസൂലും തന്റെ കുടുംബക്കാര്, തന്റെ സ്വഹാബത്തും അല്ലാഹുവേ 2 മലഞ്ചരിവിനിടയിൽ കിടന്നത് 1 കൊല്ലമല്ല, 2 കൊല്ലമല്ല, 3 വർഷമാണ്. 3 വർഷക്കാലമല്ലേ പട്ടിണി കിടന്നത്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ പച്ചിലർ പറിച്ചു തിന്നുകയാണ്. വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ച് തിന്നിട്ട് ആട് കാശിക്കുന്നത് പോലെ കാശിക്കുകയാ. എന്റെ പ്രിയമുള്ളവര്, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആടുണ്ടല്ലോ, ആ ആട് കാശിക്കുന്നത് പോലെ റസൂലുള്ളാഹിയും തന്റെ സ്വഹാബത്തും ഇല പറിച്ച് തിന്നിട്ട്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇല പറിച്ച് തിന്നിട്ട് അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും ആട് കാശിക്കുന്നത് പോലെ കാശിക്കുകയാ. സഹാബത്ത് പറയുന്നുണ്ട്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ റബ്ബേ, ഇലയുടെ മുകളിലൂടെ നടന്നു പോകുന്ന പുഴുക്കളെ പോലും ഞങ്ങൾ കണ്ണടച്ചിട്ട് പിടിച്ച് തിന്നിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, വല്ലാത്ത പട്ടിണിയായിരുന്നല്ലോ. മഹാനായ റസൂലുള്ളാഹി തങ്ങളുണ്ടല്ലോ, തന്റെ അനുജനന്മാര് മുഴുവനും വയറ്റത്ത് 1 കല്ല് വെച്ച് കെട്ടിയിട്ട് നടക്കുമ്പോ റസൂലുള്ളാഹി 2 കല്ലല്ലേ കെട്ടിവെച്ചിട്ട് നടന്നത്. ഇതൊക്കെ വളർന്നു വരുന്ന യുവതലമുറയോട് പറഞ്ഞു കൊടുത്താ നമ്മുടെ മക്കള് ചോദിക്കും, ഉസ്താദേ, വിശപ്പ് മാറാൻ കല്ല് കെട്ടിയാ മതിയോ? വയറ്റത്ത് കല്ല് കെട്ടിയിട്ട് നടന്നാ വിശപ്പ് മാറുവോ? നമ്മുടെ മക്കൾ ഇങ്ങനെ ചോദിക്കുന്നവരാ. ഇതൊക്കെ വിശ്വസിക്കാൻ മടിയാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ വിശന്ന് വലഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറി വരികയാണ്. ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ, വിശക്കുന്നു ആയിഷ, വിശക്കുന്നു ആയിഷ, എനിക്ക് വല്ലതുമൊന്ന് തിന്നാ
തിന്നാൻ തരുമോ ആയിഷ? വിശക്കുന്ന വയറോടെ വീട്ടിൽ കയറി വന്ന ഭർത്താവ് ഭക്ഷണം ചോദിക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല നിന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് കൊടുക്കാൻ പച്ചവെള്ളം പോലും വീടിനകത്തില്ല. അല്ലാഹുവിന്റെ റസൂലിന് കൊടുക്കാൻ പച്ചവെള്ളം പോലും വീടിനകത്തില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല കരയുമ്പോ അല്ലാഹുവിന്റെ റസൂല് കരയുന്ന ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടുന്ന് പറയുന്നു, ആയിഷ കരയല്ലേ ആയിഷ, കരയല്ലേ ആയിഷ, ഭക്ഷണമില്ലെങ്കിൽ കുഴപ്പമില്ല ആയിഷ, ഇന്ന് ഞാൻ സുന്നത്ത് നോമ്പ് പിടിച്ചുകൊള്ളാം ആയിഷ. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിന്റെ ജീവിത ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. വഫാത്താകുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്നതിന്റെ, എന്റെ പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ 11-ാം തീയതി ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. വൈകുന്നേര സമയമായി വിളക്ക് കത്തിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ രോഗം പിടിച്ച് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ രോഗം പിടിച്ച് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ, എന്റെ ആയിഷ വിളക്ക് കത്തിക്കാത്തത്, എന്റെ ആയിഷ വിളക്ക് കത്തിക്കാത്തത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ ആയിഷ ബീവി മിണ്ടാതെ മാറി നിൽക്കുകയാ. കാരണം വിളക്കിൽ ഒഴിക്കാനുള്ള എണ്ണ വീടിനകത്തില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അവസ്ഥ എന്തെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, വഫാത്താകുന്നതിന്റെ തലേ ദിവസം, എന്റെ മുസ്ലിമല്ല, അല്ലാഹുവേ പടച്ചവരെ, അധികാരം കയ്യിൽ കിട്ടിയിരുന്ന സമയമാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്ത് വിളക്കി ഒഴിക്കാനുള്ള എണ്ണയില്ല. എണ്ണയില്ലെന്ന് പ്രവാചകനോട് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ട് ആയിഷ ബീബി മിണ്ടാതെ മാറി നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ കുറെ കഴിഞ്ഞിട്ട് പിന്നെയും ചോദിക്കുന്നു, ആയിഷ, എന്റെ ആയിഷ വിളക്ക് കത്തിക്കാത്തത്? കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, വിളക്കിൽ ഒഴിക്കാനുള്ള എണ്ണയില്ല നബിയേ, വിളക്കിലൊഴിക്കാനുള്ള എണ്ണയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, പഠിക്ക്. നമ്മുടെ മക്കൾക്ക് ഒരു നേരമെങ്കിലും പട്ടിണിയിരിക്കാൻ അറിയുമോ? നമ്മുടെ മക്കൾക്ക് ഒരു നേരമെങ്കിലും കൃത്യമായി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മക്കള് ചോദിച്ചിട്ട് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മക്കൾ എന്തെല്ലാം പറയും? വാശി പിടിക്കുമല്ലോ, ചൂടാകുമല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട് എങ്ങനെയായിരുന്നെന്നറിയുമോ? ആയിഷ ബീവി പറയുന്നുണ്ട്, ആയിഷ ബീവി പറയുന്നുണ്ട്, എന്റെ വീട്ടിലെങ്ങാണ് ലൗകാന ഇന്ധനാ ദുഹിനൻ, എന്റെ വീട്ടിലെങ്ങാണം വിളക്കിലൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ, എന്റെ വീട്ടിലെങ്ങാണം വിളക്കിലൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ വിശപ്പ് കാരണം ഞാനതെടുത്ത് കുടിക്കുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, പഠിക്കു പൊന്നുമോള്. നിന്റെ ഉപ്പ ഒരുപാട് പട്ടിണി കിടത്തിയിട്ട് നിന്നെ പോറ്റി വളർത്തിയതാ, ഇന്ന് നീ മറന്നുപോയല്ലോ. ഇന്ന് നമ്മൾ പലരും അത് മറന്നുപോയല്ലോ. മഹാനായ അസ്റഫുൽ ഖൽഖായ തങ്ങളുടെ ജീവിതം എങ്ങനെയെന്നറിയുമോ? ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീടിനകത്ത് വല്ലാത്ത കരച്ചിലാണ്. തന്റെ പൊന്നുമോളുടെ വീടിനകത്ത് കിടന്ന് രണ്ട് മക്കളും കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വീടിനകത്ത് കടന്നു ചെല്ലുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ രണ്ട് കുഞ്ഞുങ്ങൾ കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മോളെ ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്കു ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്കു ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ട് സഹാബത്തിന്റെ മുന്നിലേക്ക് കടക്കുകയാണ്. പിന്നെയും വീടിനകത്ത് കരച്ചലാണ്. അപ്പോഴും വിളിച്ചു പറഞ്ഞു, ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്കും മോള്. രണ്ടാമതും വിളിച്ചു പറഞ്ഞു, മൂന്നാമതും വിളിച്ചു പറഞ്ഞു. 3 പ്രാവശ്യം പറഞ്ഞിട്ടും മക്കള് കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് ദേഷ്യം വന്നു. അല്ലാഹുവിന്റെ റസൂല് വീടിനകത്തേക്ക് കടന്നു വന്നിട്ട് അവിടെന്ന് ചോദിക്കുന്നു, മോളെ ഫാത്തിമ, ഈ മക്കള് വിശന്ന് കരഞ്ഞിട്ട് നീ എന്തേ പാല് കൊടുക്കാത്തത്? നിനക്ക് കരുണയില്ലേ ഫാത്തിമ? നിനക്ക് ദയയില്ലേ ഫാത്തിമ? നിന്റെ മക്കള് കിടന്ന് കരഞ്ഞിട്ട് പാല് കൊടുക്കാത്തത് എന്ത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളോട്
പൊന്നുമോളോട് ചോദിക്കുമ്പോ അല്ലാഹുവേ ഫാത്തിമ ബീബിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, തേങ്ങി തേങ്ങി കരയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഫാത്തിമ ബീബി ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. തന്റെ പൊന്നുമോട് കരയുന്നത് കണ്ടപ്പോ കാരുണ്യത്തിന്റെ പ്രവാചകനുണ്ടല്ലോ, സഹിക്കാൻ കഴിഞ്ഞില്ല. കരളിന്റെ കഷ്ടമല്ലേ പൊന്നുമോട് കരയുന്നത് കണ്ടപ്പോൾ അടുത്ത് ചെന്നിട്ട് റസൂലുള്ളാഹി ചോദിക്കുന്നു, മാ തബ്കീകി യാ ഫാത്തിമ, എന്തേ പൊന്നുമോളെ കരയുന്നത്, എന്തേ പൊന്നുമോളെ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോട് ഫാത്തിമ ബീബി പറയുന്നു, വാപ്പാ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായിപ്പാ, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. എന്റെ മക്കള് പാലിന് വേണ്ടി കിടന്ന് കരഞ്ഞപ്പോൾ, എന്റെ മക്കള് പാലിന് വേണ്ടി കിടന്ന് കരഞ്ഞപ്പോ എന്റെ മാറിടമെടുത്തവരുടെ വായിൽ വെച്ച് കൊടുത്തു. എന്റെ മക്കള് പാല് ചുരത്തിയിട്ട് പാല് കിട്ടാതെ വന്നപ്പോ എന്റെ മാറിടത്തിൽ കടിച്ചിട്ട് എന്റെ മാറിടത്തിലൂടെ രക്തം വരുന്നു. ചിന്തിക്കു പൊന്നുമോളെ, പാല് കൊടുക്കുന്ന മാറിടത്തിലൂടെ പാലിന് പകരം രക്തം വരികയാ, പട്ടിണി കിടന്നിട്ട് രക്തം വരികയാ. ഫാത്തിമ ബീബി തളർന്നിരുന്നു കൊണ്ട് റസൂലുള്ളാഹിയോട് കരഞ്ഞുകൊണ്ട് പരാതി പറയുമ്പോ തന്റെ പൊന്നുമോളാണല്ലോ, തന്റെ പൊന്നുമോളാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാ. തല പോലും ഉയർത്തുന്നില്ല, തല പോലും ഉയർത്തുന്നില്ല. താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒലിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി നടക്കുകയാ, അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി നടക്കുകയാ. ഒരുപാട് കിലോമീറ്ററുകളോളം നടക്കുകയാണ്. റസൂലുള്ളാഹി മരുഭൂമിയിലൂടെ കരഞ്ഞുകൊണ്ട് നടക്കുകയാ. നടന്ന് നടന്നൊരു ഈന്തപ്പന തോട്ടത്തിന്റെ മുന്നിലെത്തി. അല്ലാഹുവേ, ഒരു അറാബിയുടെ ഈന്തപ്പന തോട്ടമാണ്, ഒരു അറാബിയായ മനുഷ്യന്റെ തോട്ടമാണ്. ആ മനുഷ്യൻ അറിയില്ല ഈ വരുന്നത് അല്ലാഹുവിന്റെ റസൂലാണെന്ന്. ആ മനുഷ്യൻ അറിയില്ല, ആ മനുഷ്യൻ ഇന്ന് വരെ നബിയെ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ ഈന്തപ്പന തോട്ടത്തിലേക്ക് കടന്നു ചെന്നിട്ട് ആ അറാബിയോട് ചോദിക്കുന്നു, മനുഷ്യാ, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുവോ? ആരാ ചോദിക്കുന്നത്? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മദീനയുടെ രാജകുമാരനുണ്ടല്ലോ, നമ്മുടെ പ്രവാചകൻ ചെന്നിട്ട് ചോദിക്കുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുവോ? യഹൂദി പറയുകയാ, ഒരു തൊട്ടി വെള്ളം കോരിയിട്ട് ഈ കാണുന്ന മരങ്ങള് നനച്ചാ ഒരു തൊട്ടി വെള്ളത്തിന് പകരം 3 കാരക്ക ഞാൻ കൂലി തരാ. അല്ലാഹുവിന്റെ റസൂലിന് ജോലി കിട്ടിയ സന്തോഷത്തോട് പ്രവാചകനെ തൊട്ടിയം കയറമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിൽ ചെന്നിട്ട് വെള്ളം കോരുകയാ. ഒരു തൊട്ടി വെള്ളം കോരിയിട്ട് എല്ലാ മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവന്നൊഴിക്കുകയാണ്. രണ്ടാമതും വെള്ളം കോരി, മൂന്നാമതും വെള്ളം കോരി. സുബ്ഹാനല്ലാഹ്, നാലാമത് വെള്ളം കോരാ. തൊട്ടിയും കയറമെടുത്ത് കിണറ്റിലേക്കിടുമ്പോൾ, തൊട്ടിയും കയറുമെടുത്ത് കിണറ്റിലേക്കിടുമ്പോ എന്റെ പ്രിയമുള്ള പെങ്ങളെ, റസൂലുള്ളാഹി 4ാമതും തൊട്ടിയെടുത്ത് കിണറ്റിലിടുമ്പോ കയറടിഞ്ഞിട്ട് തൊട്ടി വെള്ളത്തിൽ വീഴുകയാ. കയറടിഞ്ഞു പോയി, തൊട്ടി വെള്ളത്തിൽ വീഴുകയാ. യഹൂദി കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തടിക്കുകയാ. കിണറ്റില് തൊട്ടിയിട്ടതിന്റെ ദേഷ്യത്തില് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്താനടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല, പ്രവാചകനൊന്നും മിണ്ടിയില്ല. കിണറ്റിനകത്ത് വീണ തൊട്ടിയെടുക്കുകയാ. റസൂലുള്ളാഹി കിണറ്റിനകത്ത് വീണ തൊട്ടിയെടുത്തു. എന്നിട്ട് അറാബിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് ചോദിക്കുന്നു, മനുഷ്യ, 3 തൊട്ടി വെള്ളം ഞാൻ കോരിയല്ലോ, എന്റെ കൂലിയൊന്ന് തരുവോ? അല്ലാഹുവിന്റെ റസൂല് ദേഷ്യപ്പെട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ച്, എന്റെ കൂലിയൊന്ന് തരുവോ? 9 കാരക്കയെടുത്ത് യഹൂദി അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. റസൂലുള്ളാഹിന്റെ പുഞ്ചിരിയാണ്. അല്ലാഹുവേ, അടിച്ച മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് റസൂലുള്ളാഹി ചിരിക്കുകയാണ്. അതാ 9 കാരക്കയും കയ്യിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി ഓടുകയാ. ഈന്തപ്പന തോട്ടത്തിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഓടി തന്റെ പൊന്നുമോള് ഫാത്തിമ ബീവിയുടെ വീടിനകത്തേക്ക് ഓടിച്ചെന്നിട്ട് വിശന്ന് തളർന്നു കിടക്കുന്ന 2 മക്കളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ
റസൂല് കാരക്കയെടുത്ത് മക്കളുടെ വായിൽ വെച്ച് കൊടുക്കുകയാ. അല്ലാഹുവേ, ആ മക്കള് വളരെ ആഗ്രഹത്തോടെ അത് തിന്നുകൊണ്ടിരിക്കുകയാണ്. തന്റെ മാറിടത്തിലൂടെ പട്ടിണി ഇരുന്നിട്ട് പാലിന് പകരം രക്തമൊലിപ്പിച്ചുകൊണ്ട് വീടിനകത്തിരുന്ന് കരഞ്ഞ പൊന്നുമോള് ഫാത്തിമ. അള്ളാന്റെ റസൂൽ അടുത്ത് വിളിച്ചിട്ട് ഈത്തപ്പഴമെടുത്ത് തന്റെ കയ്യിൽ കൊടുക്കുമ്പോ ഫാത്തിമ ബീവി നോക്കുമ്പോ റസൂലുള്ളാന്റെ മുഖം ചുമന്ന് കിടക്കുകയാ. പ്രവാചകന്റെ മുഖം ചുമന്ന് കിടക്കുകയാ. അള്ളാന്റെ റസൂല് തന്റെ പൊന്നുമോള് കാണാതിരിക്കാൻ ഇങ്ങനെ മറച്ചു പിടിക്കുകയാ. ഫാത്തിമ ബീവി ഉപ്പാന്റെ മുഖം ചുമന്ന് കിടക്കുമ്പോ അവിടുന്ന് ചോദിച്ചു, വാപ്പാ, ഉപ്പാനെ ആരാടിച്ചത്? കൈയുടെ പാടുണ്ടല്ലോ, കൈയുടെ വിരലുകൾക്കിലെ പാടല്ലാന്റെ റസൂലിന്റെ മുഖത്ത് കിടക്കുകയാ. ഫാത്തിമ ചോദിച്ചു, ഉപ്പാരാ ഉപ്പാനെ തല്ലിയത്? ഫാത്തിമ ബീബി കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ റസൂലുള്ള നടന്ന സംഭവം പറയുകയാ. അല്ലാന്റെ റസൂലിന്റെ പൊന്നുമോള് വീടിനകത്തിരുന്ന് കരയുമ്പോ വാപ്പ തന്റെ പൊന്നുമോളെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു, ഫാത്തിമ, നമ്മുടെ മക്കളുടെ മുഖത്തേക്കൊന്ന് നോക്ക് ഫാത്തിമ, നിന്റെ മക്കളുടെ മുഖത്തേക്കൊന്ന് നോക്ക് ഫാത്തിമ. ഭക്ഷണം കിട്ടിയ സന്തോഷത്തോടെ ആ കുഞ്ഞുങ്ങളുടെ ചിരിയൊന്ന് നോക്ക് ഫാത്തിമ. എന്റെ പ്രിയമുള്ളവര്, ഈ റസൂലുള്ള വയറ്റിലെ കല്ല് വെച്ച് കെട്ടിക്കെട്ട് നടന്നു പോകുമ്പോ ജിബ്രീൽ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ ഇങ്ങനെ പട്ടിണി കിടക്കുന്നത്? എന്തിനാ ഇങ്ങനെ വിശന്ന് നടക്കുന്നത്? വയറ്റില് കല്ല് വെച്ച് കെട്ടിക്കെട്ട് നടക്കുന്നത് കാണാൻ കഴിയുന്നില്ല നബിയേ, ഒന്ന് അനുവാദം തരുവോ? ഈ കാണുന്ന ഉഹദ് മല ഞാൻ സ്വർണമാക്കി തരാ നബിയേ. എവിടെ പോയാലും കൂടെ വരും നബിയേ, എവിടെ പോയാലും കൂടെ വരും നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ജിബ്രീൽ, എനിക്ക് പണം വേണ്ട ജിബ്രീൽ, എനിക്ക് സമ്പത്ത് വേണ്ട ജിബ്രീൽ, എനിക്ക് സ്വർണ്ണക്കെട്ട് വേണ്ട ജിബ്രീൽ, എനിക്ക് പാവപ്പെട്ടവനെ പോലെ ജീവിച്ച് പാവപ്പെട്ടവനെ പോലെ വഫാത്തായി നാളെ പാവപ്പെട്ടവരുടെ കൂട്ടത്തിൽ പടച്ചവന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടണം ജിബ്രീൽ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, എന്റെ പ്രിയമുള്ളവരോട്, എന്റെ പ്രിയമുള്ളവരെ, പട്ടിണി കടന്നു വരുമ്പോ പൈസ നിരോധിച്ചപ്പോ എന്റെ പ്രിയമുള്ളവരെ എല്ലാവരും പ്രയാസത്തിലാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലാഹ് ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് കൊടുക്കുന്ന രണ്ടാമത്തെ പരീക്ഷണം വൽജൂ. അല്ലാഹു അവന് വിശപ്പ് കൊടുത്ത് പരീക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പട്ടിണി കടന്നത് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ മക്കളോടൊക്കെ അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയിട്ട് നടന്ന നമ്മൾ മക്കളെ ചോദിക്കുക, ഇതൊക്കെ ഉള്ളതാണ് അല്ലേ? ഇവിടെ മക്കൾക്ക് ഒരു ദിവസമെങ്കിലും പട്ടിണി കിടക്കാനും, ഇവിടെ മക്കൾക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക് ചോറുണ്ടെന്നവൻ ഒരു ദിവസം കൊടുക്കാതിരുന്ന് നോക്കാം. അവന്റെ സ്വഭാവം അറിയാം, അവന്റെ സ്വഭാവം അങ്ങനെ അറിയാം. മക്കളെ പഠിപ്പിക്കുക പട്ടിണി എന്താണെന്ന് ഒരിക്കലെങ്കിലും മക്കളെ പഠിപ്പിക്കുക. എങ്കിലേ വളർന്നു വരുമ്പോ അവന് നിന്റെ വില മനസ്സിലാവും. അവന്റെ വില ഇപ്പോഴേ നമ്മുടെ മക്കൾക്ക് മനസ്സിലാവും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ പടച്ചവനെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പരീക്ഷണം, അല്ലാഹു അവന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തിയിട്ട് അവന്റെ കച്ചവടം നഷ്ടത്തിലാക്കിയിട്ട് അല്ലാഹു പരീക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലേ? ആരുടെ കയ്യിലും പൈസയില്ല. നരേന്ദ്രമോദി ആരും കുറ്റം പറയേണ്ട, അല്ലാഹു തീരുമാനിച്ചല്ലേ മനുഷ്യൻ. ഓനെ കൊണ്ട് പറയിപ്പിച്ചു എന്ന് മാത്രമല്ലേ ഉള്ളൂ. എന്റെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പൈസ കിട്ടിയപ്പോ എല്ലാരും അള്ളാനെ മറന്നു, സ്വന്തം ജന്മം കൊടുത്ത ഉമ്മാനെ പോലും മറന്നു. പണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരെയും വേണ്ട, അഹങ്കാരമായിരുന്നു എല്ലാവർക്കും. ഓരോ വിവാഹമൊക്കെ കോടികൾ മുടക്കിയിട്ടുള്ള വിവാഹം അല്ലേ? 15 പെൺകുട്ടികളെയായി സംഘാടകർ, 15 പെൺകുട്ടികൾ. എത്ര വർഷമായപ്പോ? 3 വർഷത്തിന്റെ ഇടയിൽ 15 പെൺമക്കൾക്ക് ഒരു ജീവിതം. അല്ലാഹു അലം. അല്ലാഹു അർഹമായി പ്രതിഫലം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഇവരുടെയൊക്കെ ഈ പ്രവർത്തനം ഒരു മാതൃകയാക്കി ഞാനിങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ പോയി വഅദ് പറഞ്ഞിട്ട് പെൺകുട്ടികളെ കെട്ടിക്കാൻ പൈസ പിരിച്ചു കൊടുക്കുന്നു. ഞാൻ ചങ്ങനാശ്ശേരി ജോലി, ഒരു പെൺകുട്ടി എന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ദുആ ചെയ്യ്, ഉസ്താദെ ഒന്ന് ദുആ ചെയ്യ്, കല്യാണം നടന്നിട്ടില്ല, അല്ലാഹു 28 വയസ്സും കണ്ടായി,
യതീമായ പെൺകുട്ടിയാണ്. ഞാൻ കമ്മിറ്റി ഞങ്ങളുടെ ചങ്ങനാശ്ശേരി മഹല്ലല്ല, വേറെ മഹല്ല, EP ഉസ്താദിന്റെ മഹല്ലും അല്ല, വേറെ മഹല്ല. ഞാൻ പറഞ്ഞു യതീമായ കുട്ടിയാണ്, ഈ പെൺകുട്ടിയെ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ 10 പവൻ സ്വർണ്ണം എവിടെന്നെങ്കിലും ഞാൻ പിരിച്ചു തരാം. നമ്മൾ എവിടേക്കോ പോയി പിരിക്കണം. 10 പവൻ സ്വർണം ഞാൻ പിരിച്ചു തരാം, നിങ്ങളുടെ കയ്യിൽ നിന്നൊന്നും പൈസ കൊടുക്കണ്ട. വെള്ളിയാഴ്ചത്തെ ബക്കറ്റ് കളക്ഷൻ അത് 1 ലക്ഷം രൂപ ഞാൻ കൊടുത്തോളാം, നിങ്ങളൊന്ന് സമ്മതിക്കും. എന്തായാലും ചങ്ങനാശ്ശേരി പഴയപള്ളിയിലെ മഹല്ല് സമ്മതിച്ചു. അൽഹംദുലില്ലാഹ്. അതിന്റെ പരിശ്രമത്തിലാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. 10 പവൻ സ്വർണ്ണം. ആ പെൺകുട്ടി എത്രയോ കൊല്ലം കൊണ്ട് വിവാഹം നടന്നില്ല. പക്ഷേ വെള്ളിയാഴ്ച പള്ളിയിൽ ദുആ ചെയ്തു, അല്ലാഹു ആ കുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചു. അടുത്ത മാസം 5-ാം തീയതി ആ കുട്ടിയുടെ വിവാഹം പെട്ടെന്ന് ഉറപ്പിച്ചു. ഇപ്പൊ 10 പവൻ സ്വർണ്ണം ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിന് എനിക്കിട്ടാണ്. എന്തായാലും അൽഹംദുലില്ലാഹ്, അല്ലാഹു ആ പൊന്നുമോക്ക് നല്ല ഖൈറായ ഒരു ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവർ, ഇതൊക്കെ ജീവിതത്തിലുള്ളൂ. ഇതൊക്കെയാണ് ഇവരുടെ വളം. കുറ്റം പറയുന്നവനും പരിഹസിക്കുന്നവനും. ഞാനിപ്പോ 2 ദിവസം മുമ്പ്, ഞാൻ സ്ഥലം പറയുന്നില്ല, ഒരു സ്ഥലത്ത് പോയി ഞാൻ വഴുതു പറഞ്ഞു. നിങ്ങളിപ്പോ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ആ സദസ്സിലാകെ 200 പേരുണ്ടായിരുന്നുള്ളൂ. 200-250 പേര്. വഴുതു തുടങ്ങിയപ്പോ എന്റെ കൂടെ വന്നവരൊക്കെ തന്നെ അത്ഭുതത്തോടെ 250 പേര് പങ്കെടുത്ത ഒരു വഴുത് പിരിക്കാൻ തുടങ്ങി. 5 ലക്ഷം രൂപ പിരിച്ചു. 5 ലക്ഷം രൂപ പിരിച്ചു. അല്ലാഹുവേ, 5 ലക്ഷം രൂപ പിരിച്ചു. ആ ചെറിയ സദസ്സിൽ നിന്നൊരു പാവപ്പെട്ട പെൺകുട്ടിക്ക് വീട് വെക്കാൻ വേണ്ടി പൈസ കൈ കിട്ടി കഴിഞ്ഞപ്പോ പിന്നെ സംഘാടകര് തമ്മിലടിയായി. പൈസ കിട്ടിക്കഴിയുമ്പോ പിന്നെ അങ്ങനെ അടിയുമ്പോൾ എന്തായാലും ഇവർക്ക് അങ്ങനൊന്നും ഇല്ലല്ലോ. അല്ലാഹു ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സമ്പത്തിനെ മോഹിക്കല്ലേ വാപ്പ. നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത് നിനക്കല്ല സമ്പത്ത് തന്നത് നിന്റെ നിസ്കാരത്തഴമ്പ് കണ്ടിട്ടാന്ന് വിചാരിക്കണം എല്ലാരും. അല്ലാഹിക്ക് മക്കളെ എന്താടാ നിങ്ങൾ വഴുത് പറയണത്? ഇതെന്താ സബ് ജൂനിയറാ? നിങ്ങളൊക്കെ എടാ മക്കളെ സ്വർഗത്തിൽ കയറി ഇരിയടാ, വെറുതെ എന്നിട്ട് അങ്ങോട്ടിങ്ങോട്ടൊക്കെ. കാക്കാമാരും വാപ്പമാരൊക്കെ സദസ്സിരിക്കുന്ന വളർന്നു വരുന്നവര് പുറത്ത് ഇമ്മാരെ വഴുത് കേൾക്കണ്ട, പിടിച്ചകത്തിരിപ്പ്. കബീർ ഭായി, ഈ കുട്ടികളൊക്കെ അകത്തേക്ക് പിടിച്ചിരുത്ത്, അവരൊക്കെ വഴുത് കേൾക്കേണ്ടവരാ. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. അല്ലാഹു സാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. റബ്ബിനോട് ദുആ ചെയ്യ്. നിന്റെ മോൻ നിനക്ക് ദുആ ചെയ്യൂ. ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയുമോ, ഞാൻ മരിച്ചാൽ എന്റെ മോൻ എന്റെ ഖബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. പ്രതീക്ഷ വെക്കാൻ ചെയ്യുമെന്ന്. ഈ അടുത്ത് ഞാനൊരു മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തു. പള്ളി പറയുന്നില്ല, കാരണം ഇതിങ്ങനെ ലൈവല്ലേ. ഞാനൊരു പള്ളിയിലും മയ്യത്ത് നിസ്കാരത്തിന്റെ സമയത്ത് നോക്കുമ്പോ താടിക്കൊക്കെ നീളമുള്ള കുറെ ആൾക്കാർ വന്നിട്ട് മയ്യത്ത് കൊണ്ടുവന്ന് കബറി വെച്ചു. മയ്യത്ത് കൊണ്ടുവന്നു വീട്ടിൽ. ഉമ്മാന്റെ മയ്യത്തും വീട്ടിൽ മയ്യത്ത് കടത്തിയപ്പോ അടുത്ത് പോയി ഖുർആൻ ഓതാൻ പോയപ്പോ മോൻ പറയാ, നിങ്ങൾ ആരും ഓതണ്ട, പൊക്കോളാം, ഞാൻ നോക്കിക്കൊള്ളാം. മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ അടുക്ക വന്ന് ഖുർആൻ ഓതിയപ്പോ താടിക്ക് നീളമുള്ള ഒരു മനുഷ്യൻ പറയാ, സ്വന്തം മോൻ, നിങ്ങൾ ആരും ഓതണ്ടപ്പ, അതൊക്കെ ഞങ്ങൾ ഓതിക്കോളാം, നിങ്ങൾ പൊക്കോളാം, ഇറക്കി വിട്ടുകളാം. പള്ളിയിൽ മയ്യത്ത് കൊണ്ടുവന്ന് കബറിനകത്ത് വെച്ചിട്ട് പള്ളിയിലെ ഇമാമ് ദുആ ചെയ്യാൻ കൈപൊക്കിയപ്പോ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ശൈത്താൻ ഓടുന്ന പോലെ ഓടാ. എടാ, സ്വന്തം ഉമ്മാന്റെ മയ്യത്തിന്റെ മുന്നിൽ നിന്നിട്ട് ആ ഉമ്മാന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെച്ചിട്ട് ഉസ്താദ് ദുആ ചെയ്യുക, അല്ലാഹ് ഈ പാപത്തിന് നീ പുറത്തു കൊടുക്കണേന്ന്. മോനൊരു ആമീൻ പറയണില്ല, ഇറങ്ങി ഓടുക. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നതിൽ എന്തെങ്കിലും ഒരു നേട്ടം വേണ്ടേ? ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നതിൽ എന്തെങ്കിലും ഒരു നേട്ടം വേണ്ടേ? അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. അല്ലാഹു കച്ചവടം നഷ്ടത്തിലാക്കും, സമ്പത്തില്ലാതാക്കും. എന്റെ പ്രിയമുള്ളവരെ, ബേജാറാകണ്ട. നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, സ്നേഹമുള്ളത് കൊണ്ടാവാപ്പ. നിനക്കല്ല വീട് തരാത്തത്. നിന്റെ അയൽവാസിക്ക് 2 നില വീടുണ്ട്, നിനക്ക് വീടില്ല. വെറുപ്പ് കൊണ്ടല്ല, സ്നേഹം കൂടിയതുണ്ട്. നിനക്കല്ല പട്ടിണി തരുന്നത്, കടം തരുന്നത്. കടം വരുമ്പോ എല്ലാവർക്കും പേടിയാ. പക്ഷെ കടം നല്ലതാണ്. കടം നല്ലതാ. കാരണം എന്തേ? ജീവിക്കാനുള്ള ഒരു ആർജവം ഉണ്ടാകും കടം ഉണ്ടെങ്കിൽ. രാത്രി 1 മണിക്ക് വഴുത് കഴിഞ്ഞ് പോയി കടന്ന്, കടവുള്ളവനാണെങ്കിൽ നാളെ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകും. പക്ഷെ കടയില്ലാത്തവനാണെങ്കിൽ ഇന്നിപ്പം പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലേ? അല്ലാഹു കടക്കാരായി മരിക്കുന്നവരെ തൊട്ട് കാക്കുമാറാകട്ടെ. അല്ലാഹു കടക്കാരായി മരിക്കുന്നവരെ തൊട്ട് നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു പാവപ്പെട്ടവൻ സ്വർഗത്തിൽ കടന്നിട്ട് 50,000 കൊല്ലം കഴിഞ്ഞ് ഒരു പണക്കാരൻ സ്വർഗത്തിൽ കടക്കൂ എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ